താലിബാന്റെ കിരാത നിയമങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം. സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ കൈയുടെ ഒരു നഖം പോലും പുറത്ത് കാണിക്കാൻ പാടില്ല, സ്ത്രീകൾ പുഞ്ചിരിക്കാൻ പാടില്ല, സ്ത്രീകൾ ഒരു പുരുഷനോടൊപ്പം അല്ലാതെ സഞ്ചരിക്കാൻ പാടില്ല, സ്ത്രീകൾ വിദ്യാഭ്യാസം നേടാൻ പാടില്ല. ഇതൊക്കെയാണ് താലിബാന്റെ കാടൻ നിയമങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ താലിബാന്റെ കാടൻ നിയമങ്ങൾ ഇത്രയൊക്കെ കേട്ട് നിറഞ്ഞ മലയാളിക്ക് ഒരു പുതിയ നിയമം കൂടെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഈ നിയമം എന്ന് പറയുന്നത് വളരെയധികം ക്രൂരമാണെന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. താലിബാന്റെ പുതിയ നിയമം, അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ ഭരണകൂടം സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു ഭയാനകരമായിട്ടുള്ള നിയമമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഹൃദയഭേദകമായിട്ടുള്ള പുതിയ ഫത്വ നടപ്പിലാക്കുന്നതിലൂടെ സ്ത്രീ സുരക്ഷയുടെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയിരിക്കുകയാണ് താലിബാൻ. പുതിയ ഫത്വ പ്രകാരം താലിബാനിലെ ഒരു ഭർത്താവിനെ കൈത്തണ്ട ഒടിയുന്നത് വരെ ഭാര്യയെ അടിക്കാം എന്നുള്ളതാണ് ആ നിയമം സൂചിപ്പിക്കുന്നത്. അതായത് കൈത്തണ്ട ഒടിഞ്ഞിട്ടില്ലെങ്കിൽ അവളെ അടിക്കുന്നതിൽ തെറ്റില്ല. റിപ്പോർട്ട് അനുസരിച്ച് താലിബാന്റെ പരമോന്നത നേതാവ് ഹിബത്തുള്ള അബുസാദയുടെ ഒപ്പോടെയാണ് ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. പുതിയ ജാതി വ്യവസ്ഥയുടെ പേരിലാണ് താലിബാൻ ഭരണാധികാരി ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഭാര്യയുടെ എല്ല് പൊട്ടിയാൽ ഭർത്താവിന് 15 മാസം മാത്രമാണ് തടവെന്ന് പറയുന്നത്. അതായത് ഭാര്യയുടെ അസ്ഥി പൊട്ടാൻ പാടില്ല, അസ്ഥി പൊട്ടാതെ എത്ര വേണമെങ്കിലും കൈത്തണ്ട അടിക്കാമെന്നാണ് ഈ പുതിയ നിയമം. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് നരകം സൃഷ്ടിച്ചിരിക്കുന്ന ഈ നിയമം ഭർത്താവ് ഭാര്യയെ അമിതമായി അടിക്കുകയും ഭാര്യയുടെ ശരീരത്തിലെ മുറിവുകൾ വ്യക്തമായി കാണുകയും അല്ലെങ്കിൽ അവളുടെ കൈത്തണ്ട ഒടിയുകയും ചെയ്താൽ അതൊരു കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ 15 ദിവസത്തെ തടവ് മാത്രമാണ് ഇവർക്ക് ശിക്ഷിക്കപ്പെടുമെന്നും പറയുന്നുള്ളൂ. ഞെട്ടിപ്പിക്കുന്ന കാര്യം, സ്ത്രീ തനിക്കെതിരായ അതിക്രമം കോടതിയിൽ തെളിയിച്ചാൽ മാത്രമേ ഭർത്താവിന് ശിക്ഷ കിട്ടൂ എന്നുള്ളതാണ്. സ്ത്രീ കോടതിയിൽ എത്തുമ്പോൾ അവളെ പൂർണ്ണമായി മൂടണം, അവളുടെ പരിക്കുകൾ ജഡ്ജിയെ കാണിക്കേണ്ടി വരും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സ്ത്രീ അവളുടെ ശരീരം ജഡ്ജിയെ കാണിച്ചു എന്ന് പറഞ്ഞ് പുതിയ ശിക്ഷ സ്ത്രീക്ക് കിട്ടുമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകളൊന്നും അതിന് മുതിരില്ല, ധൈര്യപ്പെടില്ല. എന്തായാലും ഭർത്താവിന്റെ അനുവാദമില്ലാതെ ബന്ധുവിന്റെ വീട്ടിൽ പോയാൽ 3 മാസം വരെ സ്ത്രീക്ക് തടവ് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിയമത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ കോടതിയിൽ വരുമ്പോൾ അവളുടെ ഭർത്താവോ രക്ഷിതാവോ അവളോടൊപ്പം ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. അതായത് ഈ അടി കൊടുത്ത ഭർത്താവിനെതിരെ പറയാൻ വരുന്ന സ്ത്രീയുടെ കൂടെ ഈ ഭർത്താവും വരണം, ആ സ്ത്രീക്ക് കാവലായി എന്നുള്ളതാണ് ഈ നിയമം എന്ന് പറയുന്നത്. നിർബന്ധമാണ്. മറുവശത്ത് വിവാഹിതയായ ഒരു സ്ത്രീ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ബന്ധുവിന്റെ അടുത്തേക്ക് പോയാൽ അവൾക്ക് 3 മാസം തടവ് ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 9 അഫ്ഗാൻ സമൂഹത്തെ 4 വിഭാഗങ്ങളായി വിഭജിക്കുന്നു. അതിൽ മത പണ്ഡിതന്മാർ, അതായത് ഉലമ ഉയർന്ന വിഭാഗം, അതായത് അഷ്റഫ് മധ്യവർഗം താഴ്ന്ന വിഭാഗം എന്നിവ ഉൾപ്പെടുന്നു. പുതിയ സമ്പ്രദായം അനുസരിച്ച് ഇപ്പോൾ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ കുറ്റകൃത്യത്തെ ഗൗരവം കണക്കിലെടുക്കില്ല, പക്ഷേ പ്രതിയുടെ സാമൂഹിക നില അനുസരിച്ച് ശിക്ഷ തീരുമാനിക്കും. അതായത് ജാതി വ്യവസ്ഥ അനുസരിച്ച് ഈ ശിക്ഷ തീരുമാനിക്കും. അതായത് ഒരാൾ എത്ര വലിയ കുറ്റകൃത്യം ചെയ്താലും അവന്റെ സാമൂഹിക നില നല്ലതാണെങ്കിൽ അവന്റെ ശിക്ഷ കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് നിബന്ധനകൾക്ക് വിധേയമായി ഭാര്യയെ അടിക്കാൻ അനുമതി എന്നുള്ളതാണ്. മതപണ്ഡിതന് ശിക്ഷയിൽ ഇളവുണ്ട്, അതേസമയം ദരിദ്രർക്ക്, പൈസ ഇല്ലാത്തവർക്ക് കടുത്ത ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് താലിബാന്റെ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത്. എന്ത് സുന്ദരമായ നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്.